നമസ്കാരം. +1 എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ എക്കോണമി ഓൺ ദി യു ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യലബ്ധിക്കാലത്തെ ഇന്ത്യൻ എക്കോണമിയെ കുറിച്ചാണ്. അതിൽ 3-4 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ, അതിൽ ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു സൈഡ് ഹെഡിങ് നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയുടെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. പ്രത്യേകിച്ച് കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ പ്രധാനമായും 3-4 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. കാർഷിക മേഖലയിലെ ബ്രിട്ടീഷ് സമയത്തുള്ള സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ, അത് കഴിഞ്ഞ് വ്യവസായ മേഖലയിലുള്ള മാറ്റങ്ങൾ. വ്യവസായ മേഖലയിൽ കാര്യമായ വ്യവസായങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ലായിരുന്നു. ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രികളൊന്നും പ്രത്യേകിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവും ബ്രിട്ടീഷ് ഗവൺമെന്റ് എടുത്തിട്ടില്ലായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ആ വീഡിയോ കാണാനുള്ള കുട്ടികൾ പ്രീവിയസ് ആയിട്ടുള്ള 2 വീഡിയോ നിങ്ങൾ കാണുക. കണ്ടു കഴിയുമ്പോൾ കുറെ കാര്യങ്ങൾ അതിൽ മനസ്സിലാവുന്നതാണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരം. ബ്രിട്ടീഷ് സമയത്തുള്ള ഇന്ത്യയുടെ വിദേശ വ്യാപാരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, പുരാതന കാലം മുതൽക്കേ വളരെ പ്രശസ്തി ആർജിച്ച, വിദേശ വ്യാപാരത്തിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഫോറിൻ ഏർണിങ്സ് ഒരുപാട് നേടിയ ഒരു രാജ്യവുമായിരുന്നു ഇന്ത്യ. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് പോപ്പുലർ ഇൻ ധാക്ക മസ്ലിൻ, മെറ്റൽ, പ്രഷ്യസ് സ്റ്റോൺസ്, മാർബിൾ എക്സെട്ര, ഈ സാധനങ്ങളെല്ലാം കയറ്റുമതി ചെയ്യുന്നതിൽ ഇന്ത്യ ലോകത്ത് വളരെ പ്രശസ്തിയുള്ള ഒരു രാജ്യമായിരുന്നു. കാരണം ഇന്ത്യ അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ക്വാളിറ്റി അത് തന്നെയാണ് വിദേശ രാജ്യങ്ങളെ ആകർഷിച്ചത്. ഇങ്ങനെ ഫോറിൻ സർപ്ലസ്, ഒരുപാട് വിദേശ നാണയങ്ങൾ, ഒരുപാട് വിദേശ റെമിറ്റൻസ് നമ്മൾക്ക് കിട്ടിയിരുന്നു. ബട്ട് അണ്ടർ കൊളോണിയൽ ഗവൺമെന്റ് the policies on production, trade and tariff adversely affect volume of foreign trade, structure and composition. കൊളോണിയൽ ഗവൺമെന്റിന്റെ സമയത്ത് അവർ നടപ്പിലാക്കിയ നയങ്ങൾ, പ്രത്യേകിച്ച് ഉൽപാദനം അല്ലെങ്കിൽ വാണിജ്യം അല്ലെങ്കിൽ തീരുവ, ഈ മേഖലകളിലൊക്കെ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ വളരെ അഡ്വേഴ്സ് ആയിട്ട് നമ്മുടെ വിദേശ വ്യാപാരത്തിന്റെ സ്ട്രക്ചറിനെയും അതിന്റെ ഘടകങ്ങളെയും അല്ലെങ്കിൽ അതിന്റെ വോളിയത്തിനെയും ഒരുപാട് ബാധിച്ചായിരുന്നു. കോൺസിക്വന്റ്ലി ഇന്ത്യ ബിക്കം ആൻ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. അപ്പോൾ കൊളോണിയൽ ഗവൺമെന്റിന്റെ അവരുടെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള നയങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സമയത്ത് റോ മെറ്റീരിയൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ആയി മാറുകയും അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, അതായത് ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രികളുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു കമ്പോളമായി മാറ്റി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഇപ്പോൾ പ്രൈമറി പ്രോഡക്ട്സുകളാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ടൈമിൽ എക്സ്പോർട്ട് ചെയ്തിരുന്നത്. ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് എക്സ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ബ്രിട്ടീഷ് ഭരണ സമയത്ത് എക്സ്പോർട്ട് ചെയ്തിരുന്നത് പ്രൈമറി പ്രോഡക്ട്സ് ആണ്. പ്രൈമറി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പൊ റോ സിൽക്ക്, കോട്ടൺ, വൂൾ, ഷുഗർ അല്ലെങ്കിൽ ഇൻഡിഗോ, ജൂട്ട് എക്സെട്ര, ഇതുപോലുള്ള റോ മെറ്റീരിയൽ ആണ് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. ബിക്കോസ് ദീസ് റോ മെറ്റീരിയൽസ് ആർ നീഡഡ് ഫോർ ദി അപ്കമിംഗ് ഇൻഡസ്ട്രീസ് ഇൻ ബ്രിട്ടൻ. അതുകൊണ്ട് ബ്രിട്ടനിലുള്ള ഇൻഡസ്ട്രികൾ ഈ റോ മെറ്റീരിയൽ ആവശ്യമുള്ളതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും റോ മെറ്റീരിയൽ അവർ കൊണ്ടുപോവുകയും അവരുടെ ഇൻഡസ്ട്രികളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺസ്യൂമർ ഗുഡ്സുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കാനും ആരംഭിച്ചു. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ സപ്പോസ് കോട്ടൺ ക്ലോത്ത് ആകാം, അല്ലെങ്കിൽ സിൽക്ക് ആകാം,
വൂളൻ ക്ലോത്ത് ആകാം, ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റിൽ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും ഉയർന്ന പ്രോഫിറ്റ് ബ്രിട്ടീഷുകാർ നേടിയെടുക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ എക്സ്പോർട്ടിലും ഇന്ത്യയുടെ ഇമ്പോർട്ടിലും ബ്രിട്ടന്റെ മേൽക്കോയ്മയായിരുന്നു, ബ്രിട്ടന്റെ ഏകാധിപത്യ രീതിയായിരുന്നു ഇന്ത്യയുടെ എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും. As a result, more than 50% of the foreign trade is restricted to Britain. ഇതിന്റെ ഫലമായിട്ട് 50% മുകളിൽ ട്രേഡ്, അതായത് വിദേശ വ്യാപാരം ഇന്ത്യ ബ്രിട്ടനുമായിട്ട് മാത്രം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. ബാക്കി വരുന്ന ട്രേഡുകൾ ചൈന, അല്ലെങ്കിൽ സിലോൺ ഇപ്പോഴത്തെ ശ്രീലങ്ക, അല്ലെങ്കിൽ പേർഷ്യ ഇപ്പോഴത്തെ ഇറാൻ, ഈ രാജ്യങ്ങളായിട്ടായിരുന്നു ഇന്ത്യ ബാക്കിയുള്ള ട്രേഡുകൾ നടത്തിയിരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 50% മുകളിലുള്ള ട്രേഡുകൾ ബ്രിട്ടനുമായിട്ടായിരുന്നു ഇന്ത്യ നടത്തിയിരുന്നത്. സൂയസ് കനാലിന്റെ ഓപ്പണിങ്ങോടുകൂടി ഇന്ത്യൻ ഫോറിൻ ട്രേഡിൽ ശക്തമായ നിയന്ത്രണമാണ് ബ്രിട്ടൻ ഏർപ്പെടുത്തിയത്. സൂയസ് കനാൽ അതിനെക്കുറിച്ച് നിങ്ങൾ 9-10 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സ്ട്രാറ്റജിക്കലി ആൻഡ് എക്കണോമിക്കലി ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് waterways in the world. It was started in 1869. It reduced the transportation cost and easy access to the Indian market. സൂയസ് കനാൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ 1869 ഈ സൂയസ് കനാൽ ഓപ്പൺ ചെയ്തത്. ഇത് യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലോട്ട് കടന്നു വരുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെയധികം കുറയ്ക്കുകയും ഇന്ത്യയിൽ എത്തിച്ചേരാനുള്ള എളുപ്പ വഴിയുമായി മാറി സൂയസ് കനാലിന്റെ ഓപ്പണിംഗോടുകൂടി. The main aim of the foreign trade is to increase the export surplus. എക്സ്പോർട്ട് സർപ്ലസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിദേശ വ്യാപാരത്തിൽ. പക്ഷേ ഈ മിച്ചമുണ്ടാക്കുന്നതിന് ഇന്ത്യ വലിയ വില നൽകേണ്ടി വന്നു. കാരണം എന്തെന്നാൽ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആയ ഭക്ഷ്യധാന്യങ്ങൾ, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ, മണ്ണെണ്ണ, ഇതുപോലുള്ള സാധനങ്ങളുടെ ലഭ്യത വളരെയധികം ഇന്ത്യൻ എക്കോണമിയിൽ കുറഞ്ഞു. അപ്പോൾ ഇതിന്റെ ലഭ്യത കുറഞ്ഞതോടുകൂടി ഇന്ത്യൻ എക്കോണമിയിൽ ഇതിന്റെ വില വളരെയധികം വർദ്ധിക്കുകയും സാധാരണക്കാർക്ക് ഇത് കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു. ഇനി മറ്റൊരു പ്രത്യേകത, ഈ എക്സ്പോർട്ട് സർപ്ലസ് ഇന്ത്യയിൽ ഉണ്ടായി എങ്കിൽ പോലും ഇത് കാര്യമായി ഒരു നേട്ടവും ഇന്ത്യൻ കർഷകർക്ക് ലഭിച്ചില്ല. അപ്പോൾ ഇന്ത്യൻ കർഷകർക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഈ എക്സ്പോർട്ട് ഏർണിങ്സ് വഴി കിട്ടിയ ഈ എമൗണ്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത് അവരുടെ ഓഫീസ് സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നതിന്, അതായത് ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ യുദ്ധത്തിന്റെ ചിലവുകൾക്ക് വേണ്ടിയാണ് എക്സ്പോർട്ട് സർപ്ലസ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇൻ ഷോർട്ട്, all of which led to the drain of Indian resources, that is Indian wealth to Britain. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ ഇങ്ങനെ എക്സ്പോർട്ട് സർപ്ലസ് ആയി ഉണ്ടായ വരുമാനമെല്ലാം ഇന്ത്യയിൽ നിന്നും ഡ്രെയിൻ ചെയ്ത് പോയി ബ്രിട്ടനിലേക്ക്. അപ്പോൾ ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റുകൾ ഇതാണ്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പേ വളരെ പ്രോസ്പറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ബ്രിട്ടന്റെ അല്ലെങ്കിൽ കൊളോണിയൽ ഗവൺമെന്റിന്റെ ഭരണ ഫലമായി ഇന്ത്യ എന്ന് പറയുന്നത് പ്രൈമറി പ്രോഡക്ട്സുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യവും ഫിനിഷ്ഡ് പ്രോഡക്ട്സുകൾ, ദാറ്റ് ഈസ് കൺസ്യൂമർ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യവുമായി മാറി. അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് വഴി കിട്ടിയ ഫോറിൻ ഏർണിങ്സുകൾ അല്ലെങ്കിൽ എക്സ്പോർട്ട് സർപ്ലസുകൾ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ പല പേരുകളിലായി ഇവിടെ നിന്ന് കൊണ്ടുപോയി. അടുത്ത പോയിന്റ്, ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ജനസംഖ്യാ സ്ഥിതി. ഇന്ത്യയിലെ ജനസംഖ്യയെ കുറിച്ചുള്ള ആദ്യത്തെ ഡാറ്റ കളക്ഷൻ നടന്നത് 1881 അതായത് ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് സെൻസസ് കളക്ട് ചെയ്തത് 1881. ഇന്ത്യയിൽ ഓരോ 10 വർഷത്തിലൊരിക്കലാണ് സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ലാസ്റ്റ് സെൻസസ് ഡാറ്റ വന്നത് 2011 ഇനി അടുത്ത ഡാറ്റ 2021 വരുമെന്ന് പ്രതീക്ഷിക്കാം.
അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ നടന്നത് 1881 ബ്രിട്ടീഷ് ടൈമില്. ഇതിനിടയിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനസംഖ്യ പരിവർത്തനത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദാറ്റ് ഈസ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഫ്രാങ്ക് നോട്ടസ്റ്റി, അമേരിക്കൻ ഡെമോഗ്രാഫർ, ഈ 1945 ഡെമോഗ്രാഫിക് കണ്ടീഷനെ കുറിച്ച് ഒരു തിയറി അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഡെമോഗ്രാഫിക് ട്രാൻസിഷന് 3 സ്റ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ്, ബർത്ത് റേറ്റ് ഈസ് വെരി ഹൈ ആൻഡ് ഡെത്ത് റേറ്റ് ഈസ് ഓൾസോ വെരി ഹൈ. ഇറ്റ് ഈസ് ആൻ അഗ്രേറിയൻ ഓർ അണ്ടർ ഡെവലപ്ഡ് എക്കോണമി. ഒന്നാമത്തെ സ്റ്റേജിന്റെ പ്രത്യേകത, ബർത്ത് റേറ്റ് വളരെ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഡെത്ത് റേറ്റും വളരെ കൂടുതലായിരിക്കും. ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയാണ്, അഗ്രേറിയൻ എക്കോണമിയാണ്. അപ്പോൾ ഈ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വളരെ കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് നെഗ്ലിജിബിൾ ആണ്. ഇൻ ദി സെക്കൻഡ് സ്റ്റേജ്, ബർത്ത് റേറ്റ് ഈസ് continues to increase, but death rate comes down. സെക്കൻഡ് സ്റ്റേജിൽ ബർത്ത് റേറ്റ് നേരത്തെ പോലെ തന്നെ കൂടുകയായിരുന്നു, പക്ഷെ ഡെത്ത് റേറ്റ് കുറഞ്ഞു. ഡെത്ത് റേറ്റ് കുറയാൻ കാരണം ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ്, അതിനോടനുബന്ധിച്ചുള്ള ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഡെത്ത് റേറ്റ് കുറയാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബർത്ത് റേറ്റ് കൂടിക്കൊണ്ടിരുന്നു, ഡെത്ത് റേറ്റ് കുറയുന്നു. അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യ വിസ്ഫോടനം നടക്കുന്ന ഒരു സ്റ്റേജാണ് രണ്ടാമത്തെ സ്റ്റേജ്. റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഈസ് വെരി ഹൈ. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലായിട്ടുള്ള പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ്. ഇനി തേർഡ് സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ബർത്ത് റേറ്റ് ഈസ് കംസ് ഡൗൺ, ഡെത്ത് റേറ്റ് ഈസ് ഓൾസോ കംസ് ഡൗൺ. തേർഡ് സ്റ്റേജിന്റെ പ്രത്യേകതയാണ്. ഇതൊരു ഡെവലപ്ഡ് കൺട്രിയുടെ ഒരു പ്രത്യേകതയായിരിക്കും. ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻ ആയിരിക്കും. ലിറ്ററസി റേറ്റ് ഒക്കെ വെരി ഹൈ. നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഓൾസോ വെരി ഹൈ. ഇവിടെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കുറയുന്നത് കൊണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, വളരെ കുറവാണ്, നെഗ്ലിജിബിൾ ആയിരിക്കും. സംടൈംസ് ഇറ്റ് കം ഇൻടു സീറോ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ആ ഘട്ടത്തിൽ വരെ വന്നെത്തിച്ചേരും ചില അവസരങ്ങളിൽ. അപ്പോൾ ഈ 3 സ്റ്റേജുകളും നിങ്ങൾ ഓർമ്മിച്ചു വയ്ക്കുക. ഫസ്റ്റ് സ്റ്റേജിന്റെ പ്രത്യേകത പറഞ്ഞു, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് ബോത്ത് ആർ വെരി ഹൈ. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരുന്നു. സെക്കൻഡ് സ്റ്റേജില് ബർത്ത് റേറ്റ് ഈസ് വെരി ഹൈ ബട്ട് ഡെത്ത് റേറ്റ് കംസ് ഡൗൺ. അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു സ്റ്റേജാണ് ഇത്. രണ്ടാമത്തെ സ്റ്റേജ്, റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനും വെരി ഹൈ ആയിരിക്കും. പക്ഷെ തേർഡ് സ്റ്റേജിൽ വരുമ്പോൾ അവിടെ ബർത്ത് റേറ്റ് കുറയുന്നു, ഡെത്ത് റേറ്റും കുറയുന്നു. അപ്പോൾ അവിടെ രണ്ടും കുറയുന്നതുകൊണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഇത് ഫൈനലി സീറോ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനിൽ വരെ വന്നെത്തുന്ന ഒരു സ്റ്റേജാണ്. ഇന്ത്യ 1921 മുൻപേ ഫസ്റ്റ് സ്റ്റേജിലും ആഫ്റ്റർ 1991 ഇന്ത്യ became enter into the second stage of theory of demographic transition. Demographic transition theory പ്രകാരം ഇന്ത്യ 1921 ശേഷം സെക്കൻഡ് സ്റ്റേജിലോട്ട് കടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചില ഡാറ്റ കൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഈ കൊളോണിയൽ പീരീഡിൽ അല്ലെങ്കിൽ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആകുന്ന ആ ഒരു സ്റ്റേജിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് ഓൺലി 16%, ദാറ്റ് ഈസ് 16%. Now it is above 70%, 70. In 16%, ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് ബിലോ 7% ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക് 1000-218 ആയിരുന്നു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അതേസമയത്ത് ഇപ്പോൾ അത് 63 കുറഞ്ഞു. 1063 ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി, ജീവിത ദൈർഘ്യം, ജനിച്ച് ഒരാൾ മരിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. ഇത് ഇൻഡിപെൻഡന്റ് ആ ടൈമില് 44 വയസ്സായിരുന്നുവെങ്കിൽ
ഇപ്പോൾ അത് 68 വയസ്സിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ടൈമില് ഹെൽത്ത് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് either unavailable to the population or when available to the population it become inadequate. ഹെൽത്ത് ഫെസിലിറ്റീസ് കൊളോണിയൽ ഗവൺമെന്റ് സമയത്ത് ഇന്ത്യയിൽ വളരെ പരിമിതമായിരുന്നു. ഹെൽത്ത് ഫെസിലിറ്റീസ് എല്ലാവർക്കും അത് ലഭിച്ചിരുന്നില്ല, കിട്ടിയിരുന്നത് തന്നെ വളരെ പരിമിതമായിരുന്നു. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഓർമ്മിച്ചിരിക്കേണ്ടത്, ഈ കൃത്യമായ ഡേറ്റയുടെ അഭാവം കൊണ്ട് ദാരിദ്ര്യം എത്രയാണെന്ന് കൃത്യമായി നിർവചിക്കാൻ അല്ലെങ്കിൽ നിർണയിക്കാൻ ഈ കൊളോണിയൽ പീരീഡിൽ സാധിച്ചിട്ടില്ലായിരുന്നു. അത് ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. കാരണം ദാരിദ്ര്യം കൂടുന്നു എന്നുള്ള ഒരു സ്റ്റേജോ, അല്ലെങ്കിൽ ദേശീയ വരുമാനം വർദ്ധിക്കുന്നില്ല, പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുന്നില്ല, അതുപോലെ ദാരിദ്ര്യം എങ്ങനെയാണെന്നുള്ള ഒരു അവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതിന്റെയൊക്കെ യഥാർത്ഥ നിജസ്ഥിതി പുറത്തു വന്നു കഴിഞ്ഞാൽ കൊളോണിയൽ ഗവൺമെന്റിനെ എഫക്ട് ചെയ്യുമായിരിക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം പോവർട്ടിയെ കുറിച്ചും ഒരു ഐഡിയയും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല, അതിന്റെ റേറ്റിനെ കുറിച്ചും. എങ്ങനെയായിരുന്നാലും ഇന്ത്യയിൽ കഠിനമായ ദാരിദ്ര്യം നിലനിന്നിരുന്നു ബ്രിട്ടന്റെ അല്ലെങ്കിൽ കൊളോണിയൽ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.